ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കേക്ക് ആയിട്ടാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു പ്രൊസീജിയറൊന്നുമല്ല ഈ ഓറഞ്ച് കേക്കിന്. ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഓറഞ്ച് കേക്ക് എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഈ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഒരു കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് ഓറഞ്ചാണ്. ഞാനിവിടെ 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ ഓറഞ്ചുകളെല്ലാം നമ്മൾ മുറിച്ച് നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിനകത്തോട്ട് നമ്മളൊന്ന് കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഓറഞ്ചിൻ്റെ എണ്ണം കൂടും കുറയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓറഞ്ചുകളുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. ഈ തൊലിയൊന്നും ഒത്തിരി എല്ലാം കളയേണ്ട കാര്യമില്ല. ഇതിലത്തെ ഒരു 2-3 എണ്ണം നമുക്ക് ആവശ്യം വരും. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പം ഞാൻ 5 ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു ഓറഞ്ചിൻ്റെ തൊലി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മുറിച്ചെടുക്കണം. അതിനായിട്ട് ഓറഞ്ചിൻ്റെ നമ്മൾ ചില ആൾക്കാർ അല്ലി ഇങ്ങനെ വിടർത്തി എടുക്കുന്നത് കാണാം. ഞാനിന്നിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ ഓറഞ്ച് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നമുക്കിതുപോലെ റൗണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു പകുതിക്ക് വെച്ചിട്ട്, പകുതിയല്ല വളരെ സ്ലൈസായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ കമഴ്ത്തി വെക്കുമ്പോഴത്തേക്കും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലും ആ ഭംഗിയിൽ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ ഇതൊരു പൂ പോലെയാണ് വരിക. ഞാനപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഒരു റൗണ്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ പൂവിൻ്റെ അല്ലി പോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ചില ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും, ചിലത് നമുക്ക് 2 ഭാഗവും ഒരുപോലെ തന്നെ അതിൻ്റെ പൂ പോലെ നിൽക്കുന്നതായിട്ടും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ ഒന്ന് വെക്കണം. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അല്ലികളായിട്ടുള്ളത് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബട്ടറോ ഓയിലോ വെച്ചിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കേക്ക് ടിൻ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം നമ്മൾ ചായക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്ലാസ് ബൗളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ ഞാനിന്ന് കേക്ക് ടിന്നിലാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഓറഞ്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ പൂവായിട്ട്, അതായത് ഇതിൻ്റെ ഒരു ഫ്ലഷ് ഒക്കെ കിട്ടുന്ന ആ ഭംഗിയിലൊക്കെ ഇരിക്കുന്ന ഭാഗം താഴോട്ട് കമന്ന് വരുന്ന രീതിയിൽ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഇത് രണ്ടിനും ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുപോലെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ പുറം തൊലി കുറച്ച് നമ്മുടെ സാധാരണ ഓറഞ്ചിൻ്റെ പുറം പോലെയും അകം നല്ല ഫ്ലഷ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അകം ഞാൻ കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലാണ് നമ്മൾ കേക്ക് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഞാനപ്പോൾ വലിയ ഭാഗങ്ങളൊക്കെ ഇതുപോലത്തെ വലിയ സ്ലൈസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി സ്ഥലങ്ങളൊക്കെ നമുക്ക് ബാക്കി വരും. അതും ഇതുപോലെ കുഞ്ഞ് പീസുകളൊക്കെ എടുത്തിട്ടും നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഈ കുഞ്ഞ് പീസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഓറഞ്ചൊക്കെ ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്ന പരുവം ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ ബാറ്റർ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ വെള്ള ഒന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഈ കേക്കിന് നമ്മൾ ഓയിൽ എടുക്കുന്നില്ല, ബട്ടർ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിനി കുറച്ചും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം, ഓയിൽ ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം. ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിത് അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളമുള്ള പഞ്ചസാര കൂടുതൽ ആണ് എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് 1/4 എന്നുള്ളത് 1/2 കപ്പോളാക്കി കുറയ്ക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/4 കപ്പ് വലിയ മധുരമുള്ളത് ആയിട്ടൊന്നും തോന്നിയില്ല, സാധാരണ രീതിയിലാണ്. നമുക്കിനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു ബൗളിനകത്തോട്ട് മാറ്റണം. നിങ്ങൾ ഏത് ബൗളിനകത്താണോ മിക്സ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഒരു കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ പോകുന്നത്, ആ ബൗളിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ചേർക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളമുള്ള മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മൈദ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് അരിച്ചിട്ട് വേണം നമുക്കൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു അരിപ്പയിലാണ് 1 കപ്പ് മൈദപ്പൊടി, അതുപോലെ 1 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറാണ്, ഒപ്പം 1 നുള്ളു ഉപ്പ്. ഇത്രയും കാര്യങ്ങളെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഈ ബേക്കിംഗ് പൗഡർ തന്നെ മതിയാവും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലഫി ആയിട്ട് വരാനും ഒക്കെ ബേക്കിംഗ് പൗഡർ ധാരാളം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് 3ഉം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മളിത് അരിക്കാതെ തന്നെ നേരിട്ട് ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലോട്ട് ചേർക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടും സോഫ്റ്റായിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കയ്യിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെനില എസൻസ് ഒന്ന് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം വെനില എസൻസ് ആണ് ചേർക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് 2-3 ഇതുപോലത്തെ കഷ്ണം ഓറഞ്ചിൻ്റെ തൊലി മാറ്റി വെക്കണം എന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ സെസ്റ്റ് എന്നാണ് ഇങ്ങനെ പറയുക. ഈ ഓറഞ്ചിൻ്റെ പുറമെയുള്ള ഇതുപോലത്തെ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രം നമ്മൾ ഒരു വളരെ കനം കുറഞ്ഞ കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വെള്ളഭാഗം പെടരുത് കേട്ടോ. വെള്ളഭാഗം പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് കയ്ക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ പുറമെയുള്ള ഭാഗം വളരെ സൂക്ഷിച്ച് നമുക്ക് എടുക്കാം. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കിട്ടുന്നത് വരെ നമുക്കൊന്ന് ചുരണ്ടി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റർ വെച്ചിട്ടാണെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ആ തൊലി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഓവർ മിക്സിങ് പാടില്ല കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ബാറ്റർ. അന്നേരം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരത്തേയില്ല. ഇപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററോട് റെഡിയാണ്. ഇനി നമ്മൾ ഈ ബാറ്റർ നമ്മുടെ ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാനിൽ, കേക്ക് ടിന്നിലോ കേക്ക് പാനിലോ അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ട് ഒന്ന് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കയറിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുക. കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ പോക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. ഈ എയർ പോക്കറ്റ്സ് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക സോഫ്റ്റ് അല്ലാതെയും അതുപോലെ ഒരു സുഖമില്ലാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടി ചെറിയ 2-3 ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ലെവൽ ചെയ്ത് പൊട്ടിച്ചൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. നമുക്കിത് ഓവനിലല്ല ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണാവുന്ന കേക്കിന് വേണ്ടി വെച്ചിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇന്നാൾ ഒരു ആൾ സംശയം ചോദിച്ചായിരുന്നു ഉപ്പിടുന്നത് എന്തിനാന്ന്. അത് ഉപ്പിടുന്നത് നമുക്ക് ആ ഒരു ഓവൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാനും അതുപോലെ പാത്രത്തിന് വേറെ അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഉപ്പിടണമെന്ന് ഒരു നിർബന്ധമില്ല. നല്ല കട്ടിയുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട. അതിന് പകരം ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം ഒന്ന് കമത്തി വെച്ചാൽ മതിയാവും. നമ്മൾ ഓവൻ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രീഹീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. 5 മിനിറ്റോളം നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രം, കേക്ക് ഉണ്ടാക്കാനായിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വെക്കുന്ന പാത്രം നമ്മളൊന്ന് 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം
നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ പാത്രം കൂടെ വെച്ച് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഏകദേശം ഒരു 30 മിനിറ്റ് കേട്ടോ, എനിക്കിവിടെ കറക്റ്റ് ഒരു 26 മിനിറ്റിലായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറയുക ഒരു 30 മിനിറ്റ് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ അപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇതാ നമ്മുടെ സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ടറും ഓയിലും ഒന്നും ഉപയോഗിക്കാതെ ഉള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അറ്റം കൂർത്തിട്ടുള്ള ഒരു കത്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു സ്ക്യൂറാണ് എടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കേക്കിൻ്റെ അകം വെന്തിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്കിൻ്റെ അകമൊക്കെ വെന്തിട്ടുമുണ്ട്. ഞാനപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാനിവിടെ ഒരു വർക്ക് ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ചൂട് ആറി കഴിയുമ്പോൾ നോക്കാം. ഇതപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മറിച്ചിടണം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടിട്ട് വരാം. ഇതാ നമ്മുടെ പെർഫെക്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ആവി പൊന്തുന്ന കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് നമ്മൾ ഓറഞ്ച് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല ഭാഗം നമ്മൾ എന്തുകൊണ്ടാണ് കമിഴ്ത്തി വെക്കണേന്നുള്ളത്. ഇതുപോലെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓറഞ്ച് മാത്രമല്ല പഴം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം, പൈനാപ്പിൾ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. നമുക്കിനി കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കേക്ക് നോക്കിയൊക്കെ എത്രത്തോളം നല്ല സ്പഞ്ച് ആണ്, നല്ല സോഫ്റ്റ് ആണ്, കാണാൻ അതിലേറെ ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഈ ചെറുനാരങ്ങയല്ല നമ്മുടെ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും അത് കഴിക്കാൻ കിട്ടുന്നതും ഒക്കെ ഒരു സൂപ്പർ ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.